റെഡിയാ? എന്തോ ഞാൻ പറഞ്ഞു അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. തക്കല്ലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിക്കെതിരെ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി. പോലീസുകാരന്റെ ബൂട്ടിന്റെ ടാറ്റു എന്റെ നെഞ്ചത്തൊട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് നിലപാട്. തന്നെ ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയത് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയായിരുന്നു. പരിപാടിക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിച്ചതിലടക്കം ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 190 രൂപയ്ക്ക് നൽകിയ സാരി നർത്തകർക്ക് 4 ഇരട്ടി വിലയ്ക്ക് മൃദംഗാവിഷൻ മറച്ചു വിറ്റുവെന്ന് വെളിപ്പെടുത്തി കല്യാൺ സിൽക്സ്. മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ഈ 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1,600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു. എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1,600 മൈനസ് 390 1,210 രൂപ. പ്രതിഭയാണ്, പ്രതിഭാസമാണ് എങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം 1,210. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തിവെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? 11,600 ഗുണം 1,210 ഈക്വൽ ടു ആകെ ലാഭം 1,40,36,000 രൂപ. പൂവർ ബഗേഴ്സ് മലയാളീസിനെ വില കളയാൻ